ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജ്വല്ലറിയുടെ ആ ഒരു വ്യക്തിയും അതേപോലെ തന്നെ നമ്മുടെ അഭിയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ അഭിയോട് കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഏതായാലും നീ വിഷമിക്കണ്ട, നീ ഞങ്ങളോടൊപ്പം കൂടിക്കോ. പിന്നെ അനന്തപുരി കുടുംബത്തിൽ ഓരോ കാര്യങ്ങൾ നടക്കുമ്പോഴൊക്കെ അത് ഞങ്ങൾ അറിയുന്നുണ്ട്, അതിനൊക്കെ അന്വേഷിക്കാൻ ഞങ്ങൾക്ക് പ്രത്യേക കഴിവുകളുണ്ടെന്നൊക്കെ അഭിയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അഭിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അതുകൊണ്ട് ഇനി അവരുടെ ജീവിതം മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നില്ലടാ, അവർ തകർന്ന് തരിപ്പണമായി. പിന്നെ ജ്വല്ലറിയിൽ നിനക്ക് നല്ലൊരു സ്ഥാനം ഞങ്ങൾ തരുന്നുണ്ടെന്നൊക്കെ പറയാണ്. പക്ഷേ അത് നേരിട്ടല്ല, നവ്യ വഴിയാണ്. നമ്മൾ രണ്ടുപേരും നല്ല പരിചയമുണ്ടെന്നും സംസാരിക്കുന്നുണ്ടെന്നൊക്കെ നവ്യ അറിയരുത്. പക്ഷേ നീ ഒരു കാര്യം ആലോചിച്ച് നോക്കിക്കണ്ടേ, നവ്യ ഒരു പുതുമുഖമാണ്. നവ്യയെ പോലൊരു വ്യക്തിക്ക് ഇത്രയും ശമ്പളമൊക്കെ ഏതെങ്കിലും ആൾക്കാർ കൊടുക്കോ? ഇല്ലല്ലോ. അപ്പം ഞങ്ങൾ കൊടുത്തതിൻ്റെ കാര്യം എന്താണ്? നിങ്ങൾക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല പ്രയോജനമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇത്രയും സാലറി നവ്യക്ക് കൊടുക്കാനുള്ള കാരണം. അതേപോലെ തന്നെ നിനക്കും ആ ഒരു കമ്പനിയിൽ വലിയൊരു സ്ഥാനം തന്നെ തരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഭി ഇങ്ങനെ സ്വപ്ന ലോകത്തിങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ സാറേ, എൻ്റെ ജീവിതം വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് കരകയറുക തന്നെ ചെയ്യണം. ചെയ്യൂടോ, നിനക്ക് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഉറപ്പ് തരാം. നീ ഈ പ്രതിസന്ധിയിൽ നിന്നും ഉറപ്പായിട്ടും കരകയറുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ ഒരു കാര്യം മാത്രം മതി, നവ്യ സത്യങ്ങൾ അറിയരുത്. നവ്യ വഴി വേണം നിനക്ക് ആ കമ്പനിയിൽ ഒരു ജോലി കിട്ടാൻ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ? മനസ്സിലായി സാറേ. എങ്കിൽ പിന്നെ ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇയാളാണെങ്കിൽ ഈ ഡേവിഡ് നേരെ കാറിലേക്ക് കയറുക. അപ്പോൾ കാറിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും പറയാണ്, യഥാർത്ഥ ജ്വല്ലറിയുടെ ഓണറിൻ്റെ മകനാണിവൻ. ഇവനാണ് എന്നെ ഭരിക്കേണ്ടത്. ഇവൻ്റെ മുന്നിലാണ് ഞാൻ താണുകയാണ് നിൽക്കേണ്ടത്. പക്ഷേ ഇപ്പം മാറി തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇയാളിങ്ങനെ ചിന്തിക്കുക. അത് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയും ചെയ്യാണ്. അങ്ങനെ അനന്തപുരി കാണിക്കുകയാണ്. അപ്പോൾ അനന്തപുരിയിലാണെങ്കിൽ നമ്മുടെ ദേവയാനിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പം ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് അഭി അങ്ങോട്ട് കയറി വരുന്നത്. അപ്പോൾ അഭിയോട് ചോദിക്കണം, നീ എവിടെ പോയിരുന്നാടാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ അമ്മായി ഞാനിന്ന് പുറത്തു പോയതാണ് അമ്മായി എന്നൊക്കെ പറയാം. പുറത്തു പോയതോ? എന്തിനു പുറത്തു പോയത്? ഇവിടെ കുറേ കാര്യങ്ങൾ ഉണ്ടെന്ന് നിനക്കറിയാൻ പാടില്ലേ? നീ അതൊന്നും നോക്കാതെ നീ പുറത്തു പോകുകയാണോടാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ അമ്മായി ചില അത്യാവശ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പുറത്തു പോയത്. അതെ, നീയേ ചന്തുമോളെയും കൊണ്ടൊന്ന് പുറത്തേക്കൊന്ന് പോകണം. അയ്യോ അമ്മായി, അതെന്തിനാ അമ്മായി ചന്തുമോളെയും കൊണ്ട് പുറത്തേക്ക് പോകുന്നത് അമ്മായി? അതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോഴേക്കും ജലജയം പറയുകയാണ്, ആവശ്യമുണ്ട്. നീ ചന്തുമോളെയും കൊണ്ട് പുറത്തേക്ക് പോയേ മതിയാവുള്ളൂ. ഇത് ഞാൻ തരുന്ന ഉത്തരവാണ്, നീ അതനുസരിക്കണം. അതല്ല അമ്മായി, നവ്യ ഇവിടെ ഉണ്ടേ. നവ്യയുടെ ഉള്ളപ്പോൾ ഞാൻ കൊച്ചിനെയും കൊണ്ട് പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ ഓരോ സംശയങ്ങളും കൊണ്ട് എൻ്റെ മുന്നിൽ വരും. ഓരോ ചോദ്യങ്ങൾക്ക് മുന്നിൽ എനിക്ക് മറുപടി പറയാനായിട്ട് പറ്റില്ല. ആര് പറഞ്ഞു മറുപടി പറയാൻ പറ്റില്ലെന്ന്? നീയൊക്കെ ഒരുപാട് കള്ളം ശീലിച്ച് നടക്കുന്നവരല്ലേ, അതുകൊണ്ട് മറുപടിയും എല്ലാം പറയാനായിട്ട് സാധിക്കും. അതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇവിടെ ഇപ്പോൾ ആദർശും നയനയൊന്നുമില്ല. അവരുടെ തലയിലല്ലേ നീ ആ കൊച്ചിനെ വെച്ചിട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ജലജയാണെങ്കിൽ എൻ്റെ പൊന്നേട്ടത്തി, നവ്യയുടെ സ്വഭാവം അറിയാലോ. നവ്യ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ ആകെ പ്രശ്നത്തിലാകും. നവ്യയുടെ മുഴുവനും പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് എൻ്റെ പൊന്നേട്ടത്തി, ഇതൊക്കെ എന്തിനാണ് ഏട്ടത്തി എന്ന് ചോദിച്ചപ്പോഴേക്ക് വേണോടി, നിന്റെ മരുമകൾ സത്യങ്ങൾ അറിയണമെങ്കിൽ ഇപ്പം ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്കിതിലൊന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ സത്യങ്ങൾ ഒരിക്കലും അറിയുമല്ലോ. എൻ്റെ ആദർശ് മോനെയും നയനെയും ഒക്കെ ഇല്ലാതാക്കിയിട്ട് ഇവനിവിടെ സുഖിച്ച് വഴുകയല്ലേ. അതുകൊണ്ട് ഇവൻ തന്നെ കുഞ്ഞിനെ കൊണ്ടുപോകണമെന്നൊക്കെ പറയാണ്. ഏട്ടത്തി ഒന്നും കൂടി ഒന്ന് ആലോചിച്ചു. ഓരോ ആലോചിക്കാനുമില്ല, കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭിയെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ ജലജയ്ക്കാണെങ്കിൽ കലിയും വരികയാണ്. ഇതെന്തെല്ലാം കേൾക്കണോ ആവോ, ഒരുത്തൻ പോയതിന് ഞങ്ങളെയാണ് ഇട്ട് ക്രൂശിക്കുന്നത് ഈ തള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്. സമയം തന്നെ നമ്മുടെ ചന്തുമോളെ കാണിക്കുകയാണ്. അപ്പോൾ ചന്തുമോളാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുകയാണ്. കാരണം കൊച്ചിൻ്റെ അച്ഛനും അമ്മയും പോയല്ലോ. അപ്പോൾ ആ ഒരു സങ്കടത്തിലാണ് കൊച്ചിരിക്കുന്നത്. അപ്പോൾ അഭി അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. മോളെ എന്ന് വിളിച്ചുകൊണ്ട്. അതേ, മോള് ഇവിടെ ഇരിക്കുകയായിരുന്നോ? ഇളയച്ചൻ മോളെ പുറത്തേക്ക് ഒന്ന് കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചപ്പോഴേക്ക് വേണ്ട, എനിക്ക് പുറത്തേക്കൊന്നും പോകണ്ട. അയ്യോ അങ്ങനെ പറയരുത്, മോളെ പുറത്തേക്ക് കൊണ്ടുപോയി കുറേ സാധനങ്ങളെല്ലാം മേടിച്ചു തരാനാ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത്.
അല്ലെങ്കിലേ മുത്തശ്ശി ഇളയച്ചനെ കൊല്ലും. അതുകൊണ്ട് നമുക്ക് പുറത്തേക്കൊന്ന് പോകാം. മോളുടെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ലല്ലോ. അപ്പൊ പിന്നെ ആരാ പുറത്തേക്ക് കൊണ്ടുപോകേണ്ടത്? ഇളയച്ചൻ തന്നെയല്ലേ മോളെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ടത്. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി നല്ല ചുറ്റിക്കറങ്ങി അടിച്ചു പൊളിച്ചിട്ടൊക്കെ വരാം എന്ന് കൊച്ചിനോട് പറയാം. അങ്ങനെ കൊച്ചിനോട് ഇങ്ങനെ പറയുന്ന ആ സമയത്താണ് ജലജ അങ്ങോട്ട് കയറി. നീ എന്താടാ എടുക്കുന്നത്? നീ എന്താടാ കൊച്ചിനെ കൊണ്ട് എങ്ങോട്ട് പോകുന്നടാ നീ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എൻ്റെ അമ്മ, ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം നമുക്കറിയാലോ. എന്നോട് ഈ കൊച്ചിനെ കൊണ്ട് പുറത്തേക്ക് പോകാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്കിവിടെ പുറത്തേക്ക് പോയേ മതിയാവുള്ളൂ. അല്ലാതെ ഒരു കാര്യവും നടക്കാനായിട്ട് പോകുന്നില്ല. അവിടുത്തെ ഓർഡറാണ്, അനുസരിച്ചല്ലേ മതിയാവുള്ളൂ. നമ്മൾ പത്തി താഴ്ത്തി ഇങ്ങനെ ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. എൻ്റെ ദൈവമേ, എനിക്ക് വയ്യ. ഞാനാണെങ്കിൽ എൻ്റെ കോലം കണ്ടില്ലേ? ഞാൻ ഇവിടുത്തെ ജോലികൾ മുഴുവൻ എടുത്തെടുത്ത് നോക്കണം. എൻ്റെ മുഖം മുഴുവനും കരിവാളിച്ചു. എനിക്കിനി ജോലി എടുത്ത് ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല. നീ എന്തെങ്കിലും ഒരു തോപ്പിക്കണം. നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. എനിക്കിവിടെ ജോലി എടുക്കാനൊന്നും പറ്റില്ല അഭി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അമ്മേ, ഈ വയസ്സാം കാലത്ത് അമ്മ എന്തിനാണ് സൗന്ദര്യം നോക്കുന്നത്? ഇനി നമുക്ക് സൗന്ദര്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എടാ എൻ്റെ പ്രായമുള്ളവർ ഒത്തിരി പേര് അണിഞ്ഞൊരുങ്ങിയൊക്കെ നടക്കുന്നുണ്ട്. അത് നീ കാണുന്നില്ലേ? എന്തിന്? ഇവിടെ ഒരുത്തിയുണ്ടല്ലോ, ദേവയാനി. അവൾ എന്നെക്കാലം 2-3 വയസ്സിന് മൂത്തതാണ്. എന്നിട്ട് അവളിവിടെ അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് കണ്ടില്ലേ? രാജകുമാരിയെ പോലെ അല്ലേ അവൾ കസാരയിലെ കാലും കയറ്റിയിരിക്കുന്നത്. പിന്നെ എനിക്കെന്താടാ ഒരുങ്ങി നടന്നാലുള്ള കുഴപ്പം? അവൾക്ക് എന്തു ആകാം. ഞാനിവിടെ അടിമ ജോലി ചെയ്യുന്നൊരവസ്ഥയാണ്. എൻ്റെ പൊന്നമ്മേ, എന്നിങ്ങനെ നിങ്ങൾ പ്രശ്നത്തിലാക്കല്ലേ. ഞാൻ ആകെ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ഇപ്പം ഈ കൊച്ചിനെ കൊണ്ട് പുറത്തു പോയില്ലെങ്കിൽ അവരെൻ്റെ തലയെടുക്കും. അതുകൊണ്ട് എനിക്ക് പുറത്തു പോയേ മതിയാവുള്ളൂ എന്ന് പറയാ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ കാലി സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഈ ജലജ. എന്ത് ചെയ്യാനാണ്? അങ്ങനെ ഈ കൊച്ചിനെ കൊണ്ട് നേരെ പുറത്തു പോകാനുള്ള ഒരുക്കത്തിലാണ് നമ്മുടെ അഭി. അങ്ങനെ ജലജ നേരെ ഹാളിലേക്ക് ചെല്ലുക. അപ്പോൾ ദേവയാനി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനി ജലജയോട് ചോദിക്കണം, എങ്ങോട്ട് പോകണം നീ എങ്ങോട്ടേ പോകുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ പൊന്നേട്ടത് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ അകത്തേക്ക് കയറി പോവാണ്. അല്ല, നിന്റെ മകനോടെ ഞാനേ അവൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്കൊന്ന് പോകാൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് അവൻ ഇതുവരെയും കണ്ടില്ലല്ലോ. എവിടെ എന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ പൊന്നേട്ടത്തി ഒന്ന് പതുക്കെ പറ. നവ്യ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും. നവ്യ ഇവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നവും. നിന്റെ മരുമകൾ അറിഞ്ഞ് എനിക്കൊരു പ്രശ്നവും ഇല്ല. പിന്നെ ഞാനായിട്ട് നിന്റെ മരുമകളോട് സത്യങ്ങളൊന്നും പറയാൻ പോകുന്നില്ല. ഇനി എല്ലാവരും സംസാരിക്കുന്നതിനിടയിൽ നിന്റെ മരുമകൾ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവവിധിയാണെന്ന് കരുതിയാൽ മതി. പിന്നെ അറിയാലോ അവളുടെ സ്വഭാവം. അവളെല്ലാം ഉപേക്ഷിച്ച് നിന്റെ മകനെയും തള്ളി കളഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പോകും. അത്രയും സംഭവിക്കാനായിട്ട് പോകുന്നുള്ളു. എന്താ, എൻ്റെ മരുമകളും മകനൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലേ? അതേപോലെ തന്നെ അങ്ങനെ എൻ്റെ മകളും അതേപോലെ തന്നെ മകനൊന്നും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ട് അവരിവിടെ നിന്ന് എല്ലാവരും കൂടി ഇറക്കി പറഞ്ഞു വിട്ടു. തെറ്റുകൾ മുഴുവനും ചെയ്ത് തെറ്റിന്റെ കൂമ്പാരം തലയിലിരിക്കുന്നവനും അവൻ്റെ അമ്മയും കൂടി ഇവിടെ സുഖിച്ച് വാഴുന്നു. ഇതൊക്കെ എന്താ, സഹിച്ചും കേട്ടൊക്കെ ഞാൻ നിൽക്കണമെന്നാണോ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ തർക്കിക്കുകയാണ്. ആ സമയത്താണ് അഭിതേ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും, എടാ നിന്നോട് എത്ര നേരം ഇവിടെ പറയുന്നത് ചന്തു മോളെയും കൊണ്ട് ഒന്ന് പോകാനായിട്ട്? നിന്റെ മോളല്ലേ എന്നൊക്കെ എനിക്ക് ചോദിക്കണം. അപ്പം ഇത് കിട്ടുന്നപ്പോഴേക്കും അഭിയാണെങ്കിൽ എൻ്റെ പൊന്നമ്മായി ഒന്ന് പതുക്കെ പറ അമ്മായി, അവളങ്ങനെ കേൾക്കും അമ്മായി. നിനക്കപ്പോൾ പേടിയുണ്ടല്ലേ? അപ്പം പറഞ്ഞതുപോലെ ചെയ്യണോടാ, അല്ലാതെ നോക്കിയും കണ്ട് നിൽക്കുകയല്ല വേണ്ടത്. നീ കുഞ്ഞിനെയും കൊണ്ട് പെട്ടെന്ന് പോകാൻ നോക്ക്, അതായിരിക്കും നിനക്ക് ബെറ്റർ. അല്ലെങ്കിലേ നീ ഇവിടെ കിടന്ന് ഇക്ഷയിഞ്ഞ വരപ്പിക്കും ഞാൻ എന്നൊക്കെ ഇങ്ങനെ പറയാ. പിന്നെ ദേവയാനിയുടെ വാക്കുകൾ കൂടുതൽ അവിടെ കേട്ട് പിടിച്ചു നിൽക്കാനായിട്ട് ഈ അഭിക്ക് കഴിഞ്ഞില്ല. അഭിയാണെങ്കിൽ അവിടെ നിന്ന് കൊച്ചിനെയും കൊണ്ട് ഇറങ്ങി പോവാണ്. വാ മോളെ നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിലേക്ക് കയറ്റുന്ന ആ സമയത്താണ് നവ്യ മുകളിൽ നിന്ന് ഈ കാഴ്ചകളെല്ലാം കാണുകയാണ്. ഇത് കണ്ട നവ്യക്ക് ആകെ കാലി വരിക. നവ്യ അവിടെ നിന്ന് ഓടിച്ചാടി ഹാളിൽ കൂടി നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാ. അപ്പോൾ ദേവരാജ് ചോദിക്കണം, ഇവിടുത്തെ എങ്ങോട്ടാ പോകുന്നത്? എൻ്റെ ദൈവമേ, ഇനി അവൻ അങ്ങനെ പോകുന്നത് കണ്ടോ? അപ്പോൾ നവ്യ ഈ അഭിയെ വിളിക്കണ്ട, എടാ അഭി. പക്ഷേ അഭി കേട്ടെങ്കിലും ഡ്രൈവറെ താൻ വണ്ടി എടുക്കണോ എന്ന് പറയാ. ഇനി നവ്യയുടെ മുന്നിൽ ഉത്തരം പറഞ്ഞുകൊണ്ട് നിൽക്കാനായിട്ട് അഭിക്ക് കഴിയില്ല. അപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ട് വിട്ടടിച്ച് പോവാണ്
ഈ അഭി ചെയ്തത്. അങ്ങനെ നവ്യക്ക് ഭയങ്കരമായിട്ട് അരിശം വരിക. നവ്യ നേരെ ദേവേൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവൻ എവിടെയാ കുഞ്ഞിനെയും കൊണ്ടുപോയത്? കുഞ്ഞിനെയും കൊണ്ട് പുറത്തു പോയി. ഞാൻ പറഞ്ഞിട്ടാ അവനൊന്ന് കറങ്ങാൻ വേണ്ടി പോയതാ. കുഞ്ഞിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുക്കണം അവൻ. എന്തിനാണ് അമ്മായി നിങ്ങളുടെ മകനും മരുമകളും ഇവിടുന്ന് ഇറങ്ങിപ്പോയതിൽ നിങ്ങൾ എന്തിനാണ് ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നത്? അവനെ ഇവിടുത്തെ അടിമക്കാരനല്ല. അവൻ ഇവിടുത്തെ ജോലി ഇല്ലെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അവനെ അടിമക്കാരനാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ വേണ്ടെന്നൊക്കെ എനിക്കറിയാം. എൻ്റെ അബിക്ക് ഇനി ഇങ്ങനെ കഴിയേണ്ട ആവശ്യമൊന്നുമില്ല. എടി അങ്ങനെയാണെങ്കിലേ നീയും നിന്റെ ഭർത്താവും കൂടെ ഇവിടുന്ന് ഇറങ്ങിപ്പോ. അത് തന്നെയാണ് അമ്മയുടെ മനസ്സിലിരിപ്പെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. പോകും അമ്മായി. അതിനുള്ള അവസരമൊക്കെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോകുക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയമില്ല എന്നൊക്കെ പറയാണ്. ആദർശും നയനൊക്കെ ഇവിടെ ഇറങ്ങിപ്പോയതിൻ്റെ ചൊടിപ്പാണ് ഞങ്ങളോട് തീർക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഉടനെ തന്നെ ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം കാലിയാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ ദേവയാനിയാണെങ്കിൽ കണ്ടില്ലേ, നിന്റെ മരുമകളുടെ ചൊടിപ്പ് കണ്ടില്ലേ? എൻ്റെ പൊന്നെ ഏട്ടത്തി, അവളോട് പിന്നെ പറഞ്ഞ് ജയിക്കാനായിട്ട് പറ്റുമോ? അവൾക്കാണെങ്കിൽ സത്യങ്ങളൊന്നും അറിയില്ല, എനിക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനാണ് ഏട്ടത്തി? അവളിങ്ങനെ പറയുന്നതിൽ എനിക്ക് അവളെ തടയാൻ പറ്റുമോ? തടയാൻ പറ്റണോടി. അല്ലെങ്കിലേ അവളെ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധിപ്പിക്കണം. ഇത്ര അഹങ്കാരത്തോടു കൂടി തന്നെ എൻ്റെ മുന്നിൽ വന്ന് ഞെഴി നിൽക്കുകയല്ല വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. ജലജയ്ക്കാണെങ്കിൽ കലിയും വന്നിട്ട് അവിടെ നിന്ന് കയറി പോവുകയും ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. അപ്പം നയനയാണെങ്കിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ആദർശ് വന്നിട്ട്, അതേ പെട്ടെന്ന് ഒരുങ്ങട്ടോ, ഒരുങ്ങട്ടെ, നമുക്കൊന്ന് അമ്പലത്തിലും കൂടി പോകണം. അതെന്താ പെട്ടെന്ന് ഒരു അമ്പലത്തിൽ പോക്കൊക്കെ തോന്നിയത്? അല്ലെങ്കിൽ ആദർശേട്ടന് ഇങ്ങനൊരു പോക്കൊന്നും ഇല്ലല്ലോ. അതെ, വേറെങ്ങുമല്ല, നമ്മുടെ കുടുംബക്ഷേത്രത്തിലാണ് പോകാനുള്ളത്. ഇല്ല, ഈ മാസം കുംഭമാസമാണല്ലോ. അത് മുത്തശ്ശൻ്റെ മാസമാണ്, ജന്മമാസം. കുംഭത്തിൽ പൂര മുത്തശ്ശൻ്റെ നാള്. ഓഹോ, അപ്പോൾ പൂരം പിറന്ന പുരുഷനാണല്ലേ? അതേന്നേ, അതുകൊണ്ടല്ലേ ഇത്ര തലയെടുപ്പും പ്രൗഢിയൊക്കെ മുത്തശ്ശനുള്ളത്. മുത്തശ്ശന് വേണ്ടി കുറച്ച് വഴിപാടുകളെല്ലാം കഴിക്കണം. പിന്നെ എനിക്ക് ചൈന പ്രദക്ഷിണം ചെയ്യണം. ഒന്നല്ല 3 പ്രാവശ്യം ചെയ്യണം. മുത്തശ്ശന് വേണ്ടിയാ ഇതെല്ലാം ഞാൻ ചെയ്യുന്നതെന്നൊക്കെ പറയാണ്. ആദർശേട്ടാ, നേരത്തെ ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ഒരുങ്ങി നിൽക്കില്ലായിരുന്നോ? നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ പോയിട്ട് വരായിരുന്നല്ലോ. സാരമില്ലെന്നേ, നീ ഇപ്പോൾ ഒരുങ്ങി നിന്നാൽ മതി. നമുക്ക് ഉടനെ തന്നെ അമ്പലത്തിലേക്ക് പോകണം. അമ്പലത്തിൽ മുത്തശ്ശന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. ഇപ്പോൾ കമ്പനിയൊക്കെ തകർന്നതിൻ്റെ ഒരു ഷോക്കിൽ മുത്തശ്ശൻ നിൽക്കുകയായിരിക്കും. ചിലവർക്കൊക്കെ ഈ ജന്മമാസം അത്ര നല്ല മാസമല്ല. അത് ശരിക്കും കരുതിയിരിക്കണം. അതുകൊണ്ട് മുത്തശ്ശനൊരാപത്തും വരാൻ പാടില്ല. മുത്തശ്ശൻ തകർച്ചയിൽ നിന്ന് മുന്നേറുക തന്നെ ചെയ്യണം എന്നൊക്കെ ആദർശ് ഇങ്ങനെ പറയുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശൻ ആ കുടുംബക്ഷേത്രത്തിൽ ചൈന പ്രദക്ഷിണം ചെയ്യുക. മുത്തശ്ശി പിന്നാലെ നടന്നുകൊണ്ട് വരിക. അങ്ങനെ അവിടെ നിന്ന് എണീറ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ച് നമ്മുടെ മുത്തശ്ശിയോട് പറയാണ്, ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെ ആദർശ് മോന് വേണ്ടി തന്നെയാണ്. അവൻ വിജയിക്കണം. വിജയിച്ച് ലളിതനായി നേരെ നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. അതിനു വേണ്ടിയാണ് ഞാനിതെല്ലാം ചെയ്തത്. അപ്പോൾ തിരുമേനി ഇറങ്ങി വരികയാണ്. അയ്യോ സാറേ, എന്താ സാറേ ചൈന പ്രദക്ഷിണമൊക്കെ നടത്താമെന്നൊക്കെ വിചാരിച്ചത്? കുടുംബത്തിൽ ചില അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ. ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറണം. അതിനു വേണ്ടി തന്നെയാണ്. അല്ല, കുംഭമാസം അങ്ങയുടെ ദിവസമല്ലേ? അതെ, കുംഭമാസം എൻ്റെ ദിവസം തന്നെയാണ്. എൻ്റെ ജന്മമാസമാണ് കുംഭമാസം. അതുകൊണ്ടും കൂടി ഈ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനമൊക്കെ നിറയാൻ വേണ്ടി ഞാൻ വന്ന് ചൈന പ്രദക്ഷിണം നടത്തിയാണ്. പിന്നെ അന്ന് തിരുമേനിയാണ് ഞാനിവിടെ ഭക്ഷണം കഴിച്ചില്ല എന്നൊക്കെ എല്ലാവരോടും പറഞ്ഞത്. അതേപോലെ ഞാൻ വന്ന് ചൈന പ്രദക്ഷിണം നടത്തിയെന്നും കുടുംബത്തിന് വേണ്ടിയാണ് നടത്തിയെന്നൊക്കെ ദയവ് ചെയ്ത് തിരുമേനി ആരോടും പറയാനായിട്ട് നിൽക്കരുത്. പറഞ്ഞ മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, ഇല്ല മൂർത്തി സാറേ, ഞാൻ ആരോടും ഒന്നും പറയാനായിട്ട് പോകുന്നില്ല. കുടുംബത്തിന് ഐശ്വര്യവും സമാധാനമൊക്കെ ഉണ്ടാകും. അങ്ങയുടെ ഈ ഒരു കഠിന പ്രയത്നമില്ലേ, അതൊക്കെ കുടുംബത്തിന് നല്ലത് മാത്രമേ വരുത്തുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പോവാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശിയോട്, എടോ താൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആദർശ് ഈ സത്യങ്ങളൊന്നും അറിയരുത്. എനിക്ക് ആദർശിന് വേണ്ടിയാണ് കുറേ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ളത്. എൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശാണ് ആ കുടുംബം നയിക്കേണ്ട ആൾ, കുടുംബനാഥൻ. ആ കുടുംബനാഥൻ കുടുംബത്തിലേക്ക് തന്നെ തിരിച്ചു വരണം. ആ കുടുംബനാഥന് തകർച്ചയൊന്നും
സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ആദർശിന് വേണ്ടി ഞാൻ ഈ ചൈന പ്രദക്ഷിണം നടത്തിയതെന്നൊക്കെ മുത്തശ്ശൻ തുറന്നു പറയുമ്പോഴാണ് നമ്മുടെ ആദർശ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ അമ്പലത്തിലേക്ക് കാലെടുത്ത് കുത്തിവെക്കുന്നത്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.